ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു സന്തോഷം പറയാൻ വന്നതാട്ടോ. ഞാനിവിടെ ഗൾഫിൽ വന്നിട്ട് രണ്ടാമത്തെ ജോലിക്ക് കയറുന്ന ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ഞാനൊരു അക്കൗണ്ടൻ്റാണ്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി ഒരു സ്കൂളിലാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ജോബ് റിസൈൻ ചെയ്തിട്ട് എനിക്കിപ്പോൾ 28ാം ദിവസമാണ് ഈ ജോബ് കിട്ടിയത്. നോട്ടീസ് പീരീഡിലിരിക്കുന്ന സമയത്ത് ഒത്തിരി ഇൻ്റർവ്യൂ കോൾസ് വന്നായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ കുറേ അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് ഇവിടെ കിട്ടിയത്. അങ്ങനെ രാവിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. എനിക്കിവിടെ നിന്ന് റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ എനിക്ക് നടക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം താമസിച്ചിരുന്നത് കുറച്ച് ദൂരെയാണ്. അവിടെയായിരുന്നു എനിക്ക് ജോലി. അപ്പം ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അക്കോമഡേഷനിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറുണ്ട്. അതായത് 2 മെട്രോ എനിക്ക് മാറി കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകണം. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. കണ്ട സമയം 6 മണിയാണ്. ഞാനിപ്പോൾ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേലെ കൂടെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഇനിയിപ്പോൾ എന്നാ പോകാൻ പറ്റുക, നാട്ടിലോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു സന്തോഷം. റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കുകയല്ല, സത്യം പറഞ്ഞാൽ ഓടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് ഒരു 2 hours ഉണ്ട് അങ്ങോട്ട് സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മെട്രോ മാറി കയറി പോകണം, പിന്നെ അവിടുന്ന് ബസ്സിന് പോകണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് മിസ്സായി കഴിഞ്ഞ് പിന്നെ കയറാൻ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഓട്ടം തന്നെയാണ് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് 8 to 5 ആണ്. പിന്നെ എനിക്ക് ഫ്രൈഡേ ഹാഫ് ഡേ ഉള്ളൂ. പിന്നെ സാറ്റർഡേയും സൺഡേയും ഓഫാണ്. അങ്ങനെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര നേരത്തെ പോകുമ്പോൾ മെട്രോയിലൊന്നും തിരക്കുണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാമെന്ന്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. മെട്രോയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത്രയും ആൾക്കാർ എത്ര നേരത്തെയാണ് ജോലിക്ക് പോകുന്നതെന്ന്. ഒരുപാട്, കാരണം നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ മെട്രോയും ബസ്സൊക്കെ കയറി ഞാൻ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക്. പിന്നെ ഒരു കാര്യം, നമുക്ക് സ്കൂളോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനോ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് നമ്മളോട് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്നും അവർക്ക് ഇവിടെ അലൗഡ് അല്ല. അങ്ങനെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ഇറങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്കൂളിൻ്റെ ഒരു എൻട്രൻസ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ റിസപ്ഷനിൽ ഇങ്ങനെ ഒരു ഡോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചുമ്മാ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. അപ്പോൾ അങ്ങനെ റൂമൊക്കെ തുറന്ന് ഞാൻ ഉള്ളിലോട്ട് കയറുവാണ്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റിലുണ്ടായിരുന്നൊരു വാക്വം ഫ്ലാസ്കും ഒരു മഗ്ഗും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കൈ പിടിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബ്രെഡും ന്യൂട്ടലയും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ കഴിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. എൻ്റെ സെക്കൻഡ് ഡേയുടെ ഒരു വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് ഫ്ലവറൊക്കെ കൊണ്ടുത്തന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.